കൽക്കരി ഖനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ്. തനിക്കൊരു പെൺകുഞ്ഞുണ്ട്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ പിതാവ് എന്നും തൻ്റെ ജോലി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി താൻ പെട്ടെന്ന് ആ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ പകുതി വരെയെങ്കിലും ആ പിതാവ് നടന്നു ചെല്ലും. അങ്ങനെ ആ കുഞ്ഞ് ദൂരെ വെച്ച് കാണുമ്പോൾ തന്നെ ഓടി വന്ന് പിതാവിനെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനമൊക്കെ കൊടുക്കും. അതിനുശേഷം ആ ബാഗ് പിതാവ് വാങ്ങി തോളിലിട്ട് ഈ കുഞ്ഞ് സ്വതന്ത്രയായിട്ട് തുള്ളിച്ചാടി ആ പിതാവിൻ്റെ കയ്യിലൊക്കെ പിടിച്ചും ഓടിയും ഒക്കെ താൻ വളരെ സന്തോഷത്തോടെയാണ് ഭവനത്തിലേക്ക് മടങ്ങുന്നത്. ഒരു ദിവസം ഈ പിതാവിന് ഓവർടൈം കാരണം നേരത്തെ എത്താനായിട്ട് സാധിച്ചില്ല. അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ താൻ നോക്കിയപ്പോൾ പതിവ് പോലെ പിതാവ് നിൽക്കുന്ന സ്ഥലത്ത് പിതാവിനെ കാണാനായിട്ട് പറ്റിയില്ല. എന്താണെന്നറിയില്ല. അവൾ സങ്കടത്തോടെ അവൾ നടന്ന് വേഗം അവൾ വീട്ടിലെത്തി അമ്മയോട് ചോദിച്ചു, ഡാഡി എന്തിയേ? അപ്പോൾ പറഞ്ഞു, ഇന്ന് ഓവർടൈം കാരണം എത്താനായിട്ട് സാധിച്ചില്ല, ലേറ്റായിട്ടേ വരികയുള്ളൂ. താൻ പെട്ടെന്ന് ബാഗൊക്കെ മാറ്റി വെച്ചിട്ട് ഡാഡി ജോലി ചെയ്യുന്ന ഖനിയിലേക്ക് താൻ ഓടി ചെല്ലുകയുണ്ടായി. ആ ഗേറ്റിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ വന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഡാഡിയെ എനിക്ക് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, അനേകര്, നൂറുകണക്കിന് ആളുകൾ, തൊഴിലാളികൾ അവരിങ്ങനെ ഖനിയിൽ ജോലി ചെയ്തതിന് ശേഷം ഇറങ്ങി വരികയാണ്. അതിൽ നിന്റെ ഡാഡിയെ നിനക്കെങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അവൾ നിർബന്ധം പിടിക്കുകയാണ്, എനിക്ക് എൻ്റെ ഡാഡിയുടെ അടുക്കലേക്ക് പോകണം. അവളിങ്ങനെ നടന്ന് ആ നൂറുകണക്കിന് തൊഴിലാളികൾ നടന്നു വരുന്ന കൂട്ടത്തിലേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാമല്ലോ, കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നവർ ആ ജോലി ചെയ്തതിന് ശേഷം അവർ വരുമ്പോൾ എല്ലാവർക്കും ഒരേ നിറമായിരിക്കും, ആരെയും തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൂരെ നിന്ന് ആ നൂറുകണക്കിന് ആളുകൾ നടന്നു വരുന്ന കൂട്ടത്തിൽ ആ കുഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ ഡാഡിയെ കെട്ടിപ്പിടിക്കാനായിട്ടിടയായി തീർന്നു. ആ കുഞ്ഞിന് തൻ്റെ ഡാഡിയെ കണ്ടുപിടിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു പക്ഷെങ്കിൽ ഒരു കഥയായിരിക്കാം, അല്ലെങ്കിൽ നടന്ന ഒരു സംഭവമായിരിക്കാം. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനെ, എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെല്ലാവരെയും അറിയാം, നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് നമ്മളെല്ലാവരെയും നന്നായിട്ടറിയാം. പക്ഷേ ആ പിതാവിനെ, ആ കർത്താവിനെ നമുക്കറിയാമോ? ആ കർത്താവിനെ നമ്മൾ അനുഭവിച്ചറിയണം, രുചിച്ചറിയണം, നന്നായി അറിയണം. കർത്താവിനെ നന്നായിട്ട് അറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ ഇടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ദൈവത്തിനൊരു പക്ഷെങ്കിൽ നിങ്ങളെ അറിയാമായിരിക്കാം. എന്നാൽ ആ ദൈവത്തെ നിങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ആ പിതാവായ ദൈവത്തെ നമുക്കറിയുവാൻ വഴിയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. കടന്നു വരിക, ഈ കർത്താവിങ്കിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.